അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ആർട്ടിലറിയെക്കുറിച്ചാണ്. അതായത് ഇന്ത്യയുടെ ആർട്ടിലറി റെജിമെൻറ്റിനെ കുറിച്ചും ആർട്ടിലറി റെജിമെൻറ്റ് ഉപയോഗിക്കുന്ന വിവിധ ആയുധങ്ങളെക്കുറിച്ചും ഒക്കെയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് ഇന്ത്യയുടെ വിവിധ സേനകൾ ഉപയോഗിക്കുന്ന ആയുധങ്ങളെക്കുറിച്ചുള്ള വിശദമായ പല വീഡിയോകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് അവസാനം നമ്മൾ ചെയ്തത് ഇന്ത്യയുടെ വിവിധ സേനകൾ ഉപയോഗിക്കുന്ന സ്മോൾ ആംസ്, അതായത് ഹാൻഡ് ഗണ്ണിൽ തുടങ്ങി ലോങ് റേഞ്ച് സ്നൈപ്പർ റൈഫിൾ അല്ലെങ്കിൽ ആൻറ്റി മെറ്റീരിയൽ റൈഫിളുകൾ വരെയുള്ള വിവിധ തോക്കുകളെക്കുറിച്ച് നമ്മൾ ആ വീഡിയോയിൽ വളരെ വിശദമായി പ്രതിപാദിക്കുകയുണ്ടായി. കൂടാതെ ഈ തോക്കുകളിലെല്ലാം ചൈനീസ് ഇക്വലൻറ്റുകളുമായി അവയെ കമ്പയർ ചെയ്യുകയും കൂടെ നമ്മൾ ആ വീഡിയോ ചെയ്യുകയുണ്ടായി. അതിനു മുമ്പ് മറ്റൊരു വീഡിയോ നമ്മൾ ഇന്ത്യയുടെ വിവിധ സേനകൾ ഉപയോഗിക്കുന്ന ഹൈ ഫയറിംഗ് റേറ്റുള്ള തോക്കുകളെ അവയുടെ ഫയറിംഗ് റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നടത്തുകയുണ്ടായി. കൂടാതെ S-400 പോലുള്ള മിസൈൽ ഡിഫൻസ് സിസ്റ്റങ്ങളെക്കുറിച്ചും ബ്രഹ്മോസ് പോലുള്ള മിസൈലുകളെക്കുറിച്ചും അല്ലെങ്കിൽ ടാങ്കുകളെക്കുറിച്ചും അന്തർവാഹിനികളെക്കുറിച്ചും ഒക്കെ നമ്മൾ വിശദമായ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ നമ്മൾ ടച്ച് ചെയ്യാതെ പോയ ഒരു മേഖലയാണ് ആർട്ടിലറി എന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ആർട്ടിലറിയുടെ കാര്യത്തിൽ നമ്മുടെ രാജ്യം എത്ര കണ്ട് ശക്തമാണ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ എന്താണ് ആർട്ടിലറി എന്ന് ചോദിച്ചാൽ അതിനെ വളരെ സിമ്പിളായിട്ട്, ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും. അതായത് സാധാരണ തോക്കേന്തിയ പട്ടാളക്കാർക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത മേഖലകളിലേക്ക് വളരെ ശക്തമായ രീതിയിൽ ആക്രമണം നടത്താൻ സജ്ജമായ പീരങ്കിപ്പടയാണ് ബേസിക്കലി ആർട്ടിലറി. അതായത് ഒരു മോഡേൺ വാർഫെയറിൽ ഒരു കരയുദ്ധം നടക്കുമ്പോൾ അതിലാദ്യം അറ്റാക്ക് നടത്തുന്നത് ആർട്ടിലറി ആയിരിക്കും. അങ്ങനെ ആർട്ടിലറി തുറക്കുന്ന വഴിയിലൂടെയാണ് പിന്നീട് ആർമേഡ് ഇൻഫൻട്രി എന്നൊക്കെ പറയുന്ന ടാങ്കുകളും അതുപോലെ തോക്കേന്തിയ പട്ടാളക്കാരും ഒക്കെ ആക്രമണം നടത്തി കയറുന്നത്. അതുകൊണ്ട് തന്നെ മോഡേൺ വാർഫെയറുകളുടെ ചരിത്രം നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ, അതായത് ലോകമഹായുദ്ധങ്ങൾ മുതലുള്ള യുദ്ധചരിത്രം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈ യുദ്ധങ്ങളിലെല്ലാം ഏറ്റവും അധികം സൈനികരുടെ ജീവനെടുത്തത് ആർട്ടിലറികളാണ്. അതുകൊണ്ടൊക്കെയാണ് ആർട്ടിലറിയെ ഗോഡ് ഓഫ് വാർ എന്ന് വിളിക്കുന്നത്. ആർട്ടിലറിയുടെ പ്രകടനശേഷി എന്താണെന്ന് നമ്മൾ വാക്കുകളിലൂടെ പറഞ്ഞിരിക്കേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നില്ല, പ്രത്യേകിച്ചും നമ്മൾ ഇന്ത്യക്കാരോട്. അതായത് നമ്മൾ കാർഗിൽ വാറിൻ്റെ ചരിത്രം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള കാർഗിൽ വാറിൻ്റെ ഏതെങ്കിലും ഒരു ഫുട്ടേജ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാർഗിലും ദ്രാസിലും ഒക്കെ കൊടുമുടികളുടെ സുരക്ഷിതത്തിൽ ഒളിച്ചിരുന്നുകൊണ്ട് താഴേക്ക് ആക്രമണം നടത്തിക്കൊണ്ടിരുന്ന പാകിസ്ഥാനി നുഴഞ്ഞുകയറ്റക്കാർക്ക് നേരെ താഴ്വരയിൽ നിലയുറപ്പിച്ച ഇന്ത്യൻ ആർട്ടിലറി ബോഫോഴ്സ് തോക്കുകൾ ഉപയോഗിച്ച് നടത്തിയ പ്രഹരം. ആർട്ടിലറിയുടെ ശക്തി എന്താണെന്ന്, ആർട്ടിലറിയുടെ പ്രഹരശേഷി എന്താണെന്ന് മനസ്സിലാക്കി തരുന്ന ഇതിലും മികച്ച ദൃശ്യങ്ങൾ ലഭിക്കുക പ്രയാസമാണ്. അപ്പോൾ ഈ പറഞ്ഞ ബോഫോഴ്സ് തോക്കുകൾ, കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ബോഫോഴ്സ് FH-77 ഹോവിറ്റ്സർ ഉൾപ്പെടെ ധാരാളം തരം ആയുധങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സുസജ്ജമായ ആർട്ടിലറി റെജിമെൻറ്റ് തന്നെ നമുക്കുണ്ട്. അപ്പോൾ അത്തരം ആയുധങ്ങളുടെ വിശദീകരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഇന്ത്യൻ ആർട്ടിലറിയുടെ ചരിത്രം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ് ഇന്ത്യൻ ആർമി അതുപോലെ തന്നെ പാകിസ്ഥാൻ ആർമിയുടെയും തുടക്കം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ തുടക്കകാലത്ത് ഇന്ത്യൻ ആർമിയും അതുപോലെ പാകിസ്ഥാൻ ആർമിയും ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളെല്ലാം തന്നെ ബ്രിട്ടീഷുകാർ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയല്ല, ബ്രിട്ടീഷുകാർ നമുക്ക് തന്നിട്ട് പോയ ആംഗ്ലോ അമേരിക്കൻ ഒറിജിൻ ഉള്ള ആയുധങ്ങളായിരുന്നു. ആർട്ടിലറിയുടെ കാര്യത്തിലും സ്ഥിതി ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല. അപ്പോൾ നമുക്കറിയാം 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു, ഒപ്പം പാകിസ്ഥാനും സ്വാതന്ത്ര്യം ലഭിക്കുന്നു. തുടർന്ന് അങ്ങോട്ട് കാര്യങ്ങൾ വളരെ സംഘർഷഭരിതമായിരുന്നു. നിരന്തരമായിട്ട് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ പല പല സംഘർഷങ്ങളും ഉണ്ടാകുന്നുണ്ട്, യുദ്ധങ്ങളുണ്ടാകുന്നുണ്ട്. അപ്പോഴുള്ള ഈ രണ്ട് സേനകൾ ഉപയോഗിച്ചത് ഇങ്ങനെ ലഭിച്ച ബ്രിട്ടീഷ് അമേരിക്കൻ ആയുധങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ ഒരേ പഴക്കവും ഒരേ സ്പെസിഫിക്കേഷനുള്ള ആയുധങ്ങൾ രണ്ട് സേനകൾ ഉപയോഗിക്കുന്നതിൻ്റെ ഇതിൻ്റെ ഗുണവും ദോഷമൊന്നും കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാനോ കൃത്യമായിട്ട് മനസ്സിലാക്കാനോ ഒന്നും നമുക്ക് സാധിച്ചിരുന്നത് ആ സമയത്ത്. പക്ഷേ ഈ സ്ഥിതിക്ക് മാറ്റം വരുന്നത് 1962 1962 എന്ത് സംഭവിച്ചു? 1962 ഹിമാലയൻ മലനിരകൾക്ക് അപ്പുറത്തു നിന്നും ചൈനക്കാർ ഇങ്ങോട്ട് ആക്രമിച്ച് കയറി. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കിയിരിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ 62 അതിനുശേഷം ഇങ്ങോട്ട് നടന്നിട്ടുള്ള എല്ലാ യുദ്ധങ്ങളിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ആർട്ടിലറി. അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഈ ആക്രമണം ഉണ്ടാകുന്നത് ഹിമാലയം കടന്നിട്ടായിരിക്കും. അപ്പോൾ ഹിമാലയത്തിൻ്റെ ഉയർന്ന കൊടുമുടികൾക്ക് പിന്നിലൂടെയും ചുരങ്ങൾ കടന്നുമൊക്കെ ശത്രു നമ്മുടെ രാജ്യത്തേക്ക് അതിക്രമിച്ച് കടക്കുമ്പോൾ അവർക്ക് നേരെ ആക്രമണം നടത്തണമെങ്കിൽ, പ്രത്യേകിച്ചും കരയിൽ നിന്ന് ആക്രമണം നടത്തണമെങ്കിൽ അതിന് നമുക്ക് വളരെ ശക്തമായ ആർട്ടിലറി ആവശ്യമാണ്. ഏതായാലും ഈ 62 ചൈന ഇങ്ങനെ ആക്രമണം നടത്തുമ്പോൾ അവരെ പ്രതിരോധിക്കാൻ നമുക്ക് കുറച്ചുകൂടെ മോഡേൺ ആയിട്ടുള്ള വെപ്പൺ സിസ്റ്റങ്ങൾ ആവശ്യമായിരുന്നു. ഇതിനുവേണ്ടി നമ്മൾ ബ്രിട്ടീഷുകാരെ അമേരിക്കക്കാരെയൊക്കെ സമീപിച്ചെങ്കിലും അവർ കൈമലർത്തുകയാണ് ചെയ്തത്. ഏതായാലും ഈ 62 യുദ്ധം കഴിഞ്ഞതോടുകൂടി നമുക്ക് ഒരു വലിയ കാര്യം കൊണ്ട് മനസ്സിലാക്കുകയാണ്. അതായത് ഈ മേഖലയിൽ ഒരു രാജ്യമെന്ന നിലയിൽ നമുക്ക് ഒരിക്കലും ബ്രിട്ടനെയും അമേരിക്കയും നമ്പി നിലനിന്ന് പോകാൻ സാധിക്കത്തില്ല. ഈ മേഖലയിൽ ചൈനയുടെ മൂക്കിന് താഴെ ഒരു സുസജ്ജമായ രാജ്യമായി നിലനിന്ന് പോകണമെങ്കിൽ മറ്റേതെങ്കിലും സോഴ്സിൽ നിന്ന് നമുക്ക് സംഘടിപ്പിക്കേണ്ടതായിട്ട് വരും. പിന്നെ നമുക്ക് ഇൻഡിജിനസ് ആയിട്ട് പുതിയ ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതായിട്ടും വരും. അപ്പോൾ ആ സാഹചര്യങ്ങളിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ വെച്ച് ഈ 62 പുതിയ ആയുധങ്ങളൊന്നും സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര പോസിബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്റ്റേണലി നമുക്ക് മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിയെടുക്കാതെ നിവൃത്തിയില്ലായിരുന്നു.
ഈ സമയത്താണ് നമുക്ക് സോവിയറ്റ് യൂണിയനിൽ നിന്നും സഹായം എത്തുന്നത്. പിന്നീട് അങ്ങോട്ട് സോവിയറ്റ് യൂണിയനും അതുപോലെ റഷ്യയും ഒക്കെ നമ്മുടെ സേനയെ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുകയുണ്ടായി. അങ്ങനെ ഏതാണ്ട് 60കളുടെ മധ്യത്തോടുകൂടി സോവിയറ്റ് യൂണിയനിൽ നിന്ന് നമുക്ക് പലതരത്തിലുള്ള ആർട്ടറി ഗണ്ണുകൾ ലഭിക്കുകയാണ്. അതായത് 130 മില്ലിമീറ്റർ M46 ഫീൽഡ് ഗൺ, അല്ലെങ്കിൽ 122 മില്ലിമീറ്റർ D30 ഹോവിറ്റ്സർ, ഇങ്ങനെയുള്ള പല സോവിയറ്റ് ആയുധങ്ങളും ഇന്ത്യൻ ആർട്ടറിയുടെ ഭാഗമായി മാറുന്നത് ഈ 60കളുടെ മധ്യത്തോടുകൂടിയാണ്. അപ്പോൾ ഈ സോവിയറ്റ് ഗണ്ണുകൾ വന്നതോടുകൂടി മറ്റൊരു പ്രശ്നം ഉടലെടുത്തു. അതായത് അതുവരെ നമ്മൾ ഈ ബ്രിട്ടീഷ് ഒറിജിനായിട്ടുള്ള അല്ലെങ്കിൽ ഈ അമേരിക്കൻ ഒറിജിനായിട്ടുള്ള തോക്കുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവയുടെ ഒരു ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറും മെക്കാനിസം ഒക്കെ ഈ സോവിയറ്റ് ഗണ്ണുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സോവിയറ്റ് തോക്കുകൾ ഉപയോഗിച്ച് പഠിക്കാൻ, അതിനെ അഡോപ്റ്റ് ചെയ്യാൻ ഒരുപാട് സമയം നമുക്ക് വേണ്ടി വന്നു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് പാകിസ്ഥാൻ വീണ്ടും നമ്മളെ ആക്രമിക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിലൊക്കെ 65-ലോ 71-ലോ ഒക്കെ ഇന്ത്യ ഉപയോഗിക്കുന്നത് ഈ സോവിയറ്റ് ആർട്ടറി ഗണ്ണുകൾ തന്നെയാണ്. പക്ഷേ നമ്മളൊന്ന് ഓർക്കണം, ഈ സമയത്ത് പാകിസ്ഥാൻ്റെ കയ്യിൽ ഇതിലും സുപ്പീരിയർ ആയിട്ടുള്ള അമേരിക്കൻ ഒറിജിനും ചൈനീസ് ഒറിജിനുമായിട്ടുള്ള പല അഡ്വാൻസ് ആർട്ടറി ഗണ്ണുകളും കൂടാതെ പലതരത്തിലുള്ള ആയുധങ്ങളും ഉണ്ടായിരുന്നു. എന്നിട്ടും പാകിസ്ഥാന് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായില്ല. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം നമ്മളുടെ യുദ്ധചരിത്രത്തിൽ സുവർണ്ണ ലിപികളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഏതായാലും 73-ന് ശേഷമാണ് നമ്മൾ ഇൻഡിജിനസ് ആയിട്ട് ആദ്യ ഫീൽഡ് ഗൺ ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ തുടങ്ങുന്നത്. ഏതാണ്ട് 1974 ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഡിജിനസ് ഫീൽഡ് ഗൺ, നമ്മൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ആദ്യത്തെ ആർട്ടറി ഗൺ ഇവിടെ നിർമ്മിക്കപ്പെടുകയാണ്. അതായത് DRDOയുടെ ആർമമെൻറ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ARDE ആണ് ഈ ഗണ്ണ് ഡിസൈൻ ചെയ്തത്. പ്രൊഡക്ഷൻ നടത്തുന്ന നമ്മുടെ ഓർഡിനൻസ് ഫാക്ടറി ബോർഡാണ്. അങ്ങനെയാണ് നമ്മുടെ ഇൻഡിജിനസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത 105 മില്ലിമീറ്റർ ഫീൽഡ് ഗൺ ഇന്ത്യൻ ആർട്ടറി റെജിമെൻറ്റിൻ്റെ ഭാഗമാകുന്നത്. തുടർന്ന് അങ്ങോട്ട് 1980-കളൊക്കെ ആയപ്പോഴത്തേന് ഇന്ത്യ ഗവൺമെൻറ് ആർട്ടറിയെ കൂടുതൽ മോഡേണൈസ് ചെയ്യാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് പുതിയ മോഡേൺ ആർട്ടറി ഗണ്ണുകൾ പ്രൊക്യൂർ ചെയ്യാനൊരു തീരുമാനം ഉണ്ടാകുകയാണ്. അങ്ങനെയാണ് ബൊഫോഴ്സ് കരാർ എന്ന് പറയുന്ന ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് 1980-ൽ സ്വീഡിഷ് ആയുധ നിർമ്മാതാക്കളുടെ ബൊഫോഴ്സുമായിട്ട് കരാറുണ്ടാകുന്നു. അപ്പോൾ ഈ കരാറിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സ്കാമുകളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം, ഈ ബൊഫോഴ്സ് തോക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സുപ്പീരിയർ ആയിട്ടുള്ള തോക്കുകൾ തന്നെയായിരുന്നു. അതായത് ലോകത്തിലെ ഏറ്റവും മികച്ചതെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ വളരെ മികച്ച തോക്കുകൾ തന്നെയായിരുന്നു. വളരെ മികച്ച തോക്കുകളാണെന്ന് തന്നെയല്ല, അപ്പോൾ നമുക്ക് അതുപോലെ ഉപകാരപ്പെടുകയും ചെയ്യുന്നുള്ളതാണ്. അങ്ങനെ 1986-ലാണ് ഈ കരാർ നടപ്പിലാകുന്നത്. അതിന് പ്രകാരം ഇന്ത്യയിലേക്ക് ഇന്ത്യൻ ആർമി ഉപയോഗിച്ച ആദ്യത്തെ 155 മില്ലിമീറ്റർ ഫീൽഡ് ഗൺ വരികയാണ്. അതാണ് ബൊഫോഴ്സിൻ്റെ FH-77 ഹോവിസ്റ്ററുകൾ. അപ്പോൾ ബൊഫോഴ്സ് FH-77 ഹോവിസ്റ്ററിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ ചരിത്രത്തിൽ ഈ തോക്കിൻ്റെ നിർമ്മാതാക്കളായ സ്വീഡനേക്കാൾ പ്രാധാന്യം ഇന്ത്യക്കാണുള്ളത്. അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ, ബൊഫോഴ്സ് ഈ ഇനത്തിൽപ്പെടുന്ന 720 തോക്കുകളാണ് ആകെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതിനാദ്യം നിർമ്മിച്ച 220ഓളം തോക്കുകൾ സ്വീഡിഷ് ആർമി സ്വന്തമാക്കി. അതായത് അവരുടെ സ്വന്തം രാജ്യത്തുണ്ടാക്കിയ സാധനമല്ല, അതുകൊണ്ട് അവർ കൊണ്ടുപോയി അതിൻ്റെ ആദ്യത്തെ പ്രോട്ടോടൈപ്പുകൾ ഉൾപ്പെടെ ഒരു 220 എണ്ണം സ്വീഡിഷ് ആർമി സ്വന്തമാക്കി. എന്നാൽ ഇന്ത്യ വാങ്ങിക്കൂട്ടിയത് 410 ബോഫോഴ്സ് തോക്കുകളാണ്. പിന്നെ 720 മിച്ചം ഉണ്ടായിരുന്നത് 100 താഴെ തോക്കുകളാണ്. അതിലൊരു 50 എണ്ണം, 47-48 എണ്ണം നൈജീരിയ വാങ്ങുകയുണ്ടായി. പക്ഷേ ഏറ്റവും കൂടുതൽ ബോഫോഴ്സ് തോക്കുകൾ സ്വന്തമായിട്ടുള്ള രാജ്യം എന്ന നിലയില്ല ഇന്ത്യക്ക് ഇതിൽ പ്രാധാന്യം. ഈ ബൊഫോഴ്സ് തോക്കുകൾ യുദ്ധത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരേ ഒരു രാജ്യമാണ് ഇന്ത്യ. അതായത് ബൊഫോഴ്സിൻ്റെ FH-77 ഹോവിസ്റ്റർ എന്ന ഈ തോക്ക് പങ്കെടുത്തിട്ടുള്ള ഒരേ ഒരു യുദ്ധം അത് കാർഗിൽ വാറാണ്. അതായത് കാർഗിൽ വാറിൽ പൊസിഷൻ വൈസ് പാകിസ്ഥാന് വളരെയധികം അഡ്വാൻറ്റേജുകൾ ഉണ്ടായിട്ടും ആക്രമണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ യുദ്ധത്തെ ഇന്ത്യക്ക് അനുകൂലമാക്കി മാറ്റുന്നതിൽ ബൊഫോഴ്സ് തോക്കുകൾക്ക് വളരെ നിർണായകമായ സ്ഥാനമുണ്ട്. അതുകൊണ്ടാണ് ബൊഫോഴ്സിൻ്റെ ചരിത്രത്തിൽ സ്വീഡനേക്കാളും പ്രാധാന്യം ഇന്ത്യക്കാണെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ റെജിമെൻറ്റ് ഓഫ് ആർട്ടിലറി എന്നാണ് ഇന്ത്യൻ ആർമിയുടെ ആർട്ടിലറി കോമ്പാറ്റ് ആം അറിയപ്പെടുന്നത്. ഇവയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ്. അതായത് സ്കൂൾ ഓഫ് ആർട്ടിലറി എന്നാണ് ഹെഡ് ക്വാർട്ടേഴ്സ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ആർട്ടിലറി റെജിമെൻറ്റിന് 3 ഡിവിഷനുകളാണുള്ളത്. അതായത് 40 ആർട്ടിലറി ഡിവിഷൻ അത് ഹരിയാനയിലെ അംബാലയിലാണ്. അതുപോലെ 41 ആർട്ടിലറി ഡിവിഷൻ പൂനെ മഹാരാഷ്ട്ര. പിന്നെ 42 ആർട്ടിലറി ഡിവിഷൻ ആൽവർ രാജസ്ഥാൻ. അതുപോലെ തുടക്കത്തിൽ ആർമി എയർ ഡിഫൻസും ആർമി എയർ കോറും ഒക്കെ ഈ ആർട്ടിലറി റെജിമെൻറ്റിൻ്റെ ഭാഗമായിരുന്നു. 1990-ൽ ഇവയെ ആർട്ടിലറി റെജിമെൻറ്റിൽ നിന്നും വേർപെടുത്തി. എങ്കിലും ആർട്ടിലറി റെജിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് 2 എയർബോൺ ഡിവിഷനുകളുണ്ട്. അതായത് 9 and 17 പാരാ ഫീൽഡ് റെജിമെൻറ്റ്. അപ്പോൾ ഇതിനോട് ചേർത്ത് നമ്മൾ പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഗണ്ണർ എന്നൊരു പദം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഗണ്ണർ എന്ന് പറഞ്ഞാൽ ആർട്ടിലറി ഗണ്ണുകൾ ഉപയോഗിക്കുന്ന, ആർട്ടിലറി ഗണ്ണുകൾ കൈകാര്യം ചെയ്യുന്ന സൈനികരെയാണ് ഗണ്ണേഴ്സ് എന്ന് വിളിക്കുന്നത്. ഗണ്ണേഴ്സ് ഡേ എന്ന് പറയുന്നത് ആർട്ടിലറി ഡേ ആണ്. സെപ്റ്റംബർ 28-നാണ് അത് ആചരിക്കുന്നത്. അപ്പോൾ ആർട്ടിലറി ഗണ്ണുകൾ അല്ലെ ആർട്ടിലറിയെ കുറിച്ച് പറയുമ്പോൾ അതിൽ പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ബേസിക്കലി ഈ മോട്ടാറുകൾ എന്ന് പറയുന്ന ഷെല്ലുകളിൽ തുടങ്ങി ഏതാണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ വരെ ആർട്ടിലറിയുടെ ഭാഗമാണ്.
അപ്പോൾ അതിൽ ഈ പറഞ്ഞ മോട്ടാറുകൾ എന്ന് പറയുന്ന ലൈറ്റ് ആർട്ടറി വരും, അതുപോലെ മീഡിയം ആർട്ടറി ഗൺസ്, അതായത് നമ്മൾ ബൊഫോഴ്സ് പോലുള്ള ഫീൽഡ് ഗണ്ണുകൾ വരും, കൂടാതെ പിനാക്ക പോലെയുള്ള മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകൾ വരും. അതിനും അപ്പുറത്തോട്ട് കിടന്ന് ബ്രഹ്മോസ് പോലെയുള്ള മിസൈലുകൾ വരെ ആർട്ടറിയുടെ ഭാഗമായിട്ട് വരും. എങ്കിലും പൊതുവേ നമ്മൾ ഈ മീഡിയം ആർട്ടറി ഗണ്ണുകൾ എന്ന് വിളിക്കുന്ന ഈ ഫീൽഡ് ഗണ്ണുകൾ, ഈ പീരങ്കികളെയാണ് ആർട്ടറി എന്ന് പൊതുവെ വിളിക്കുന്നത്. അല്ലെങ്കിൽ ആർട്ടറി എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. നമ്മൾ ഏതായാലും നമുക്ക് ഈ ഇന്ത്യൻ ആർമിയുടെ ഭാഗമായിട്ടുള്ള ഈ റെജിമെന്റ് ഓഫ് ആർട്ടറി ഉപയോഗിക്കുന്ന തോക്കുകൾ അല്ലെങ്കിൽ ആയുധങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇവിടെ ലൈറ്റ് ആർട്ടിലറി എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്നാണ് ആയുധങ്ങൾ തുടങ്ങുന്നത്. ലൈറ്റ് ആർട്ടിലറിയുടെ ഭാഗമായിട്ട് വരുന്നത് മോട്ടാറുകളാണ്. ഇപ്പോൾ ഇന്ത്യൻ സേനയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 120 mm E1 ലൈറ്റ് മോട്ടാറുകളാണ് ഈ വിഭാഗത്തിൽ വരുന്ന ആയുധം. അപ്പോൾ 10 കിലോമീറ്റർ താഴെ റേഞ്ചുള്ള, അതായത് 10 കിലോമീറ്റർ താഴെ ഒരു 6 മുതൽ 9 വരെ കിലോമീറ്റർ റേഞ്ചിൽ മോട്ടാർ ഷെല്ലുകൾ ഫയർ ചെയ്യാൻ പറ്റുന്ന ലോഞ്ചറുകളാണ് ഈ പറഞ്ഞ വിഭാഗത്തിൽ വരുന്നത്. ഇതിൻ്റെ അടുത്ത വിഭാഗമാണ് മീഡിയം ആർട്ടിലറി എന്ന അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ ആർട്ടിലറി എന്ന് പറയുമ്പോൾ അതിൻ്റെ കോർ വിഭാഗമായിട്ട് വരുന്നത്. ഇപ്പോൾ ഈ മീഡിയം ആർട്ടിലറി ഗണ്ണുകളുടെ കാര്യത്തിൽ പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ടും വരുന്ന ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവയുടെ ട്രാൻസ്പോർട്ടേഷൻ ബേസ് ചെയ്ത്, അല്ലെങ്കിൽ ഇവയുടെ ഉപയോഗത്തെ ബേസ് ചെയ്താണ്. അതായത് നിങ്ങൾ ഈ അടുത്ത കാലത്ത് വാർത്തകളിലൊക്കെ നിലനിന്ന എറ്റാക്സ് എന്നുള്ള പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഈ എറ്റാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് ടോഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം എന്നാണ്. ഇപ്പോൾ ഇവിടെ അഡ്വാൻസ് ടോഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം, ടോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രക്കിൻ്റെ പുറകിൽ ഘടിപ്പിച്ച് വലിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്ന ആർട്ടിലറി ഗണ്ണുകളാണ് ഈ ടോഡ് ആർട്ടിലറി ഗൺ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നത്. അതിൻ്റെ ഒരു മോഡേണൈസ്ഡ് വേർഷനാണ് ഈ പറഞ്ഞ എറ്റാക്സിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത് ടോഡ് ആർട്ടിലറി ഗൺ എന്ന് വിളിക്കുന്ന ക്ലാസിഫിക്കേഷനാണ്. ഇതൊരു മീഡിയം ഫീൽഡ് ഗണ്ണുകളുടെ ഒരു പ്രത്യേക വിഭാഗമാണ്. ഇത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് ട്രക്കുകളിലെ, ആർമി ട്രക്കുകളിലെ പുറകിൽ ഇവയെ ഘടിപ്പിച്ച് വലിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇതുകൂടാതെ രണ്ടാമത്തെ വിഭാഗത്തിൽ വരുന്നതാണ് സെൽഫ് പ്രൊപ്പൽഡ് ആർട്ടിലറി ഗണ്ണുകൾ. ഇത് തന്നെത്താൻ ഒരു വാഹനം പോലെ നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്ന ആർട്ടിലറി ഗണ്ണുകളാണ്. ഇവ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് വീൽഡ് സെൽഫ് പ്രൊപ്പൽഡ് ആർട്ടിലറി ഗണ്ണുകളുണ്ട്, അതുപോലെ ട്രാക്ട് സെൽഫ് പ്രൊപ്പൽഡ് ആർട്ടിലറി ഗണ്ണുകളുണ്ട്. സെൽഫ് പ്രൊപ്പൽഡ് ആർട്ടിലറി ഗണ്ണുകളുടെ കാഴ്ചയിൽ ഏതാണ്ട് ടാങ്കുകൾ പോലെ തോന്നും, പക്ഷേ ടാങ്കുകളല്ല ഇവ. അത് നമ്മുടെ K9 വജ്ര പോലുള്ള ആർട്ടിലറി ഗണ്ണുകൾ കണ്ടു കഴിഞ്ഞാൽ അവ ഏതാണ്ട് ടാങ്കിൻ്റെ രൂപമാണ് അവയ്ക്കുള്ളത്. പക്ഷേ ബേസിക്കലി ടാങ്കുകൾ ആർട്ടിലറിയുടെ ഭാഗമായിട്ടല്ല വരുന്നത്. ടാങ്കുകൾ ആർമേഡ് ഇൻഫൻട്രി എന്നൊക്കെ പറയുന്ന വിഭാഗത്തിലാണ് വരുന്നത്. അതായത് ഇൻഫൻട്രിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ടാങ്കുകളെ കൺസിഡർ ചെയ്യുന്നത്. പൊതുവേ ആർട്ടിലറി വേറൊരു വിഭാഗമാണ്. അപ്പോൾ ഈ മീഡിയം ആർട്ടിലറി ഗണ്ണുകളുടെ രണ്ടാം വിഭാഗം എന്ന് പറഞ്ഞാൽ സെൽഫ് പ്രൊപ്പൽഡ് ആർട്ടിലറി ഗൺ സിസ്റ്റങ്ങളാണ്. അതിൽ വീൽഡും ഉണ്ട്, അതുപോലെ ട്രാക്ട് ഗണ്ണുകളും ഉണ്ട്. ഇതുകൂടാതെ മൂന്നാമതൊരു വിഭാഗം കൂടി ഉണ്ട്, അതായത് അൾട്രാ ലൈറ്റ് മീഡിയം ഫീൽഡ് ഗണ്ണുകൾ വരുന്നുണ്ട്. അപ്പോൾ അൾട്രാ ലൈറ്റ് മീഡിയം ഫീൽഡ് ഗണ്ണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഹെലികോപ്റ്ററാണ്. അത് ഹെലികോപ്റ്ററുടെ ബെല്ലി സൈഡിൽ സ്ലങ് ചെയ്തുകൊണ്ട് തൂക്കിയിട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ആർട്ടിലറി ഗണ്ണുകളാണ് ഈ പറഞ്ഞ അൾട്രാ ലൈറ്റ് മീഡിയം ഫീൽഡ് ഗണ്ണുകൾ. അപ്പോൾ ഈ മീഡിയം ആർട്ടിലറി ഗൺ എന്നുള്ള ഈ വിഭാഗത്തിൽ നമ്മൾ ആദ്യം എടുത്തു പറയേണ്ട പേരെന്ന് പറഞ്ഞാൽ 105 mm ഇന്ത്യൻ ഫീൽഡ് ഗണ്ണാണ്. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ 1971 അല്ലെങ്കിൽ 1976 ഇന്ത്യ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത നമ്മുടെ 105 mm ഫീൽഡ് ഗണ്ണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഡിജിനസ് ഫീൽഡ് ഗണ്ണ്. ഇതുകൂടാതെ സോവിയറ്റ് യൂണിയനിൽ നിന്ന് ലഭിച്ച, അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് ലഭിച്ച M46 ഫീൽഡ് ഗണ്ണുകൾ ഇന്നും ആർട്ടിലറിയുടെ ഭാഗമായിട്ടുണ്ട്. പക്ഷേ 60കളിൽ ലഭിച്ച ആ ഗണ്ണ് അതേപടി ഇന്ന് ഉപയോഗിക്കുകയല്ല. അതിനെ നമ്മൾ ഓർഡിനൻസ് ഫാക്ടറിയും മറ്റും കൂടുതൽ അപ്ഗ്രേഡ് ചെയ്ത് അതിൻ്റെ മോഡേണൈസ്ഡ് വേർഷനുകളാണ് ഇന്ന് നമ്മുടെ ആർട്ടിലറിയുടെ ഭാഗമായിട്ടുള്ളത്. അതായത് അന്ന് നമുക്ക് ലഭിച്ചത് 130 mm ഗണ്ണുകളാണ്. ആ 130 mm അപ്ഗ്രേഡഡ് വേർഷനുകളുണ്ട്. അതുപോലെ തന്നെ അതിനെ ബേസ് ചെയ്ത് നിർമ്മിച്ച 155 mm വേരിയന്റുകളും ഇന്ന് ഇന്ത്യൻ ആർമി ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത നമ്മുടെ ബൊഫോഴ്സ് FH-77 ഹോവിറ്റ്സറാണ്. ഈ 155 mm ഫീൽഡ് ഗണ്ണിൻ്റെ 440 യൂണിറ്റുകളാണ് നമ്മൾ ആദ്യം പ്രൊക്യൂർ ചെയ്തത്. ഈ 440 യൂണിറ്റുകളിൽ 200 എണ്ണം ഇന്നും ആക്റ്റീവ്ലി ഇന്ത്യൻ ആർമിയുടെ ഭാഗമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പലതവണ പറഞ്ഞു കാർഗിൽ വാറിൽ വളരെ എഫക്റ്റീവായിട്ട് ഈ തോക്കുകൾ ഉപയോഗിക്കുകയുണ്ടായി. അപ്പോൾ കാർഗിൽ വാറിൽ വളരെ എഫക്റ്റീവായിട്ട് ഈ തോക്കുകൾ ഉപയോഗിക്കുകയുണ്ടായെന്ന് ഞാൻ എടുത്തെടുത്ത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ആക്ച്വൽ ബാറ്റിൽ ടെസ്റ്റ് നടക്കുന്നത് കാർഗിൽ വാറിലാണ്. അതായത് ബൊഫോഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ് കാലത്തും അത് കഴിഞ്ഞുള്ള ടെസ്റ്റിംഗ് ഒക്കെ നടത്തിയിട്ട് ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ തയ്യാറാക്കുമ്പോഴത്തേന് അതിൻ്റെ സ്പെസിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് ഈ തോക്കിൻ്റെ ഒരു ഓപ്പറേഷണൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ 21 കിലോമീറ്ററാണ്. അത് വേണമെങ്കിൽ മാക്സിമം റേഞ്ച് ആയിട്ടൊരു 24 കിലോമീറ്റർ വരെയൊക്കെ പറയുന്നുണ്ട്. അതിനെ വീണ്ടും നമ്മൾ വലിച്ചു നീട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ 28 കിലോമീറ്റർ അങ്ങേയറ്റം, അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിന് ആക്യുറസി ഒന്നും ലഭിക്കത്തില്ലെന്നാണ് ഇതിൻ്റെ നിർമ്മാതാക്കളായിട്ടുള്ള ബൊഫോഴ്സ് അതിൻ്റെ സ്പെസിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കാർഗിൽ വാറിൽ ഇത് 35 കിലോമീറ്ററിനും അപ്പുറത്തേക്ക് ഇന്ത്യൻ ആർമി വളരെ എഫക്റ്റീവായിട്ട് ഫയർ ചെയ്യുകയുണ്ടായി. അതായത് വളരെ ആക്യുറേറ്റ് ആയിട്ട് 35 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഈ തോക്കുകൾ ഉപയോഗിച്ച് ഇന്ത്യൻ ആർമി, അല്ലെങ്കിൽ ഇന്ത്യയുടെ ആർട്ടിലറി റെജിമെൻറ്റ്, ഇന്ത്യയുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗണ്ണേഴ്സ് ഫയർ ചെയ്യുകയുണ്ടായി. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആര് നിർമ്മിച്ചു എന്നുള്ളതല്ല, ആര് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏത് ഉപകരണത്തിൻ്റെ കാര്യത്തിലും പ്രധാനം. അപ്പോൾ അതിനെക്കുറിച്ച് സ്വീഡൻ പറയുന്നത് എങ്ങനെയാണ്, അത് ഈ കാർഗിൽ പോലെയുള്ള മേഖലകളിൽ എയർ ഡെൻസിറ്റി വളരെ കുറവായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതാണ്. അതായത് അവിടെ എയർ ഡെൻസിറ്റി നമ്മൾ സാധാരണ ട്രോപ്പിക്കൽ
മേഖലകളിലും അതുപോലെ സമതല പ്രദേശങ്ങളിലും ഒക്കെ ഉള്ളതിനെ അപേക്ഷിച്ച് വളരെ കുറവാണ്. അതായത് നമ്മുടെ സാധാരണ കേരളത്തിലെ എയർ ഡെൻസിറ്റിയും കാർഗിലെ എയർ ഡെൻസിറ്റിയായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കേരളത്തിലെ എയർ ഡെൻസിറ്റിയുടെ ഒരു 50% മാത്രമേ കാർഗിലിൽ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്രയും കൂടിയൊരു റേഞ്ചിന് ലഭിച്ചെന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും കാർഗിൽ വാറിൽ ഈ ബൊഫോഴ്സ് ഗണ്ണുകളെ അതിൻ്റെ എക്സ്ട്രീം ലിമിറ്റിലേക്ക് ഇന്ത്യൻ ഗണ്ണേഴ്സ് കൊണ്ടുപോയി എന്നുള്ളതാണ് സത്യം. അടുത്തത് ധനുഷ് ഹോസ്റ്ററാണ്. അപ്പം ധനുഷ് ഹോസ്റ്റർ എന്ന് പറയുന്നത് ബേസിക്കലി ഈ പറഞ്ഞ ഈ ബൊഫോഴ്സ് FH-77 ഹോസ്റ്ററിൻ്റെ ഇന്ത്യൻ പതിപ്പാണ്. അതായത് 1980 നമ്മൾ ഈ കരാർ വെക്കുമ്പോൾ ഈ ബൊഫോഴ്സ് കരാർ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ടെക്നോളജി ട്രാൻസ്ഫർ എന്ന് പറയുന്നൊരു ടേമും കൂടെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ടെക്നോളജി ട്രാൻസ്ഫറിൻ്റെ ഭാഗമായിട്ട് ബൊഫോഴ്സ് FH-77 എന്ന് പറയുന്ന ഈ സ്വീഡിഷ് ഗണ്ണിൻ്റെ ടെക്നോളജി നമുക്ക് ലഭിക്കുകയും ഈ ടെക്നോളജി ഉപയോഗിച്ച് DRDOയും ഇന്ത്യൻ ഓർഡിനൻസ് ഫാക്ടറിയൊക്കെ ചേർന്ന് പുതിയൊരു ഗൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുത്തു. അതാണ് നമ്മുടെ ഈ ധനുഷ് ഹോസ്റ്റർ. 2019 ഇത് ഇന്ത്യൻ ആർമിയുടെ ഭാഗമാകുന്നത്. അപ്പോൾ 1980 ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ഗണ്ണാണ് ഈ ധനുഷ് എന്നുള്ള രീതിയിൽ ഇതിനെ കണക്കാക്കരുത്. ഗണ്ണിൻ്റെ ബേസിക് ടെക്നോളജി മാത്രമേ ഉള്ളൂ ഈ 80 അതായത് ഒരു ഫീൽഡ് ഹോസ്റ്റർ ഫയർ ചെയ്യുന്ന മെക്കാനിസത്തിൽ എത്ര കാലം കഴിഞ്ഞാലും വലിയ മാറ്റങ്ങളൊന്നും വരാനില്ല. പക്ഷേ ഇതിലേക്ക് നമ്മൾ മോഡേൺ വാർഫെയർ ടെക്നോളജികൾ ഇൻ്റഗ്രേറ്റ് ചെയ്തു. അതായത് ഓൺ ബോർഡ് ബാലിസ്റ്റിക് കമ്പ്യൂട്ടേഷൻ, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ഡേ ആൻഡ് നൈറ്റ് ഫയറിംഗ് സിസ്റ്റം, അതുപോലെ ഇനർഷ്യൽ നാവിഗേഷൻ സിസ്റ്റങ്ങളുടെ കൂടുതൽ മോഡേണൈസ്ഡ് വേർഷനുകൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തു. അപ്പോൾ അത്തരത്തിലുള്ള ഓൺ ബോർഡ് കമ്പ്യൂട്ടേഷൻ സംവിധാനങ്ങളൊക്കെ ഇതിലേക്ക് വന്നുകൊണ്ട് നമ്മൾ ടാർഗറ്റ് അക്വിസിഷൻ ഒക്കെ നടത്തിയതിനു ശേഷം ഈ ഡേറ്റ ഇതിലേക്ക് ഫീഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഗണ്ണ് തന്നെത്താൻ പൊസിഷൻ ചെയ്ത് എയിം ചെയ്ത് ഫയർ ചെയ്യും. അതായത് നമ്മൾ കാർഗിൽ വാറിലെ വീഡിയോകളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ഗണ്ണേഴ്സ് ഇതിൻ്റെ ബാരൽ മാനുവലി പൊസിഷൻ ചെയ്ത് ഗണ്ണ് ലോഡ് ചെയ്താണ് ഫയർ ചെയ്യുന്നത്. അത്തരത്തിലുള്ള മാനുവൽ ഓപ്പറേഷൻ കാര്യമായ രീതിയിൽ കുറയ്ക്കുവാൻ ഇത്തരത്തിലുള്ള മോഡേൺ വാർഫെയർ ടെക്നോളജി ഇൻ്റഗ്രേഷനിലൂടെ നമുക്ക് സാധിച്ചു. ഇതുകൂടാതെ അടുത്ത് വരുന്നതാണ് M777 ഹോവസ്റ്റർ. ഇത് ബേസിക്കലി ഒരു ബ്രിട്ടീഷ് 155mm ഫീൽഡ് ഗണ്ണാണ്. ബ്രിട്ടീഷ് ആയുധ നിർമ്മാതാക്കളായിട്ടുള്ള BAE സിസ്റ്റമാണ് ഇതിൻ്റെ ഡെവലപ്പേഴ്സ്. അപ്പോൾ 2005 മുതൽ നിലവിലുള്ള ഈ സിസ്റ്റം അമേരിക്കയുടെയും കാനഡയുടെയും ഓസ്ട്രേലിയയുടെയും ഒക്കെ ആർമികൾ ഉപയോഗിക്കുന്നുണ്ട്. തന്നെയുമല്ല യുക്രൈൻ വാറിൽ അമേരിക്ക 190 M777 തോക്കുകൾ യുക്രൈന് നൽകുകയുണ്ടായി. ഇങ്ങനെ യുക്രൈനിൽ ലഭിച്ച ഈ M777 തോക്കുകൾ പലതും റഷ്യ പിടിച്ചെടുത്തെന്ന് മാത്രമല്ല ഇതിന്ന് റഷ്യക്കാർ യുക്രൈനെതിരെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഫലത്തിൽ റഷ്യയും അമേരിക്കയും ഒരുപോലെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ആർട്ടിലറി ഗണ്ണാണ് ഈ M777. അപ്പോൾ ഈ M777 145 യൂണിറ്റുകളാണ് ഇന്ത്യൻ ആർമിയുടെ ഭാഗമായിട്ടുള്ളത്. ഈ 145 തോക്കുകളിൽ 25 എണ്ണം മാത്രമാണ് നമ്മൾ ബ്രിട്ടനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കി 120 എണ്ണവും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുകയാണ് ഉണ്ടായത്. അതായത് മഹീന്ദ്ര അഡ്വാൻസ് ഡിഫൻസ് സിസ്റ്റമാണ് ഈ M777 എന്ന ബ്രിട്ടീഷ് തോക്ക് BAE സിസ്റ്റത്തിന്റെ M777 എന്ന ഈ ഹോവസ്റ്റർ ഗണ്ണ് ഇന്ത്യൻ സേനയ്ക്ക് വേണ്ടി ഇന്ത്യയിൽ നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ ആയുധങ്ങളുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ കഴിഞ്ഞ 15 വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ 20 വർഷമായിട്ടുള്ള ഇന്ത്യയിലെ ആയുധ നിർമ്മാണത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ധാരാളം പ്രൈവറ്റ് പ്ലെയേഴ്സ് ഈ ആയുധ നിർമ്മാണ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ഇപ്പം പറഞ്ഞ ഈ മഹീന്ദ്ര ഡിഫൻസ് സിസ്റ്റങ്ങൾ, അല്ലെങ്കിൽ ടാറ്റ അഡ്വാൻസ് സിസ്റ്റം, അല്ലെങ്കിൽ ഭാരത് ഫോർജ് പോലെയുള്ള കമ്പനികൾ, അതായത് കല്യാണി സ്ട്രാറ്റജിക് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞുള്ള കമ്പനികൾ, അങ്ങനെ ഒരുപാട് പ്രൈവറ്റ് പ്ലെയേഴ്സ് ഇന്ത്യയിൽ ആയുധ നിർമ്മാണ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇത് ഒരു ആയുധ നിർമ്മാതാവ് എന്ന നിലയിൽ, അല്ലെങ്കിൽ ആയുധ വ്യാപാര രംഗത്ത് ചൂടുറപ്പിക്കുന്ന ഒരു പുതിയ രാജ്യം, ഒരു പുതിയ ശക്തി എന്ന നിലയിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു നേട്ടമാണ്. അപ്പോൾ ഇനി നമ്മുടെ ഫീൽഡ് ഗണ്ണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ M777 കൂടാതെ K9 വജ്ര എന്ന് പറഞ്ഞ ഒരു സെൽഫ് പ്രൊപ്പൽഡ് ആർട്ടിലറി ഗൺ ഇന്ത്യൻ സേനയുടെ ഭാഗമായിട്ടുണ്ട്. ഇത് ബേസിക്കലി ഒരു സൗത്ത് കൊറിയൻ ഗണ്ണാണ്. അതായത് സൗത്ത് കൊറിയയുടെ K9 തണ്ടർ എന്ന തോക്കിന്റെ ഇന്ത്യൻ പതിപ്പാണ് ഈ പറഞ്ഞ K9 വജ്ര. ഇതും ബേസിക്കലി ഇന്ത്യയിലാണ് ഇപ്പോൾ നിർമ്മിക്കുന്നത് ഒരു പ്രൈവറ്റ് പ്ലെയർ ആണ്. അതായത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു പേരാണ് L&T എന്നത്. അതായത് ലാർസൺ ആൻഡ് ടോബ്രോയും സാംസങ് ടെക്വിനും കൂടെ സംയുക്തമായി ഒരു ജോയിന്റ് വെഞ്ചർ കമ്പനി സ്ഥാപിച്ച് അവരാണ് K9 വജ്ര സെൽഫ് പ്രൊപ്പൽഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം ഇന്ത്യക്ക് വേണ്ടി നിർമ്മിക്കുന്നത്. ഇതിന് പുറമെയാണ് റോക്കറ്റ് ആർട്ടിലറി ഭാഗമായിട്ട് വരുന്ന ആയുധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒന്നാമത്തത് 122mm BM-21 ഗ്രാഡ് മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറാണ്. ഇതുകൂടാതെ 300mm BM-30 സ്മർജ് മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ വരുന്നുണ്ട്. ഇത് രണ്ടും സോവിയറ്റ് സിസ്റ്റങ്ങളാണ്. ഇതുകൂടാതെയാണ് നമ്മുടെ ഇൻഡിജിനസ് സിസ്റ്റമായിട്ടുള്ള പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ വരുന്നത്. ഈ 3 സിസ്റ്റങ്ങളുമാണ് റോക്കറ്റ് ആർട്ടിലറിയുടെ ഭാഗമായിട്ട് വരുന്നത്. ഇതിന് മുകളിലാണ് മിസൈൽ ആർട്ടിലറി വരുന്നത്. മിസൈൽ ആർട്ടിലറിയുടെ ഭാഗമായിട്ടുള്ളത് ബ്രഹ്മോസ് മിസൈൽ സിസ്റ്റമാണ്. ഇതുകൂടാതെ ഈ ആയുധങ്ങൾ കൂടാതെ സർവൈലൻസ് സിസ്റ്റങ്ങളും ടാർഗറ്റ് അക്വിസിഷൻ സിസ്റ്റങ്ങളും എല്ലാം കൂടെ കൂടി ചേരുമ്പോഴാണ് ഈ ആർട്ടിലറി റെജിമെന്റ് പൂർത്തിയാകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ സർവൈലൻസും ടാർഗറ്റ് അക്വിസിഷനും ഒക്കെ നടത്താൻ വേണ്ടി പലതരത്തിലുള്ള റഡാറുകളും മറ്റ് സംവിധാനങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഇസ്രയേലിലെ ലോറോസ് പോലെയുള്ള ലോങ് റേഞ്ച്
ഗൈഡൻസ് സിസ്റ്റങ്ങൾ, അല്ലെങ്കിൽ റഡാർ ബേസ്ഡ് മീഡിയം റേഞ്ച് ബാലസ്റ്റിക് സർവൈലൻസ് സിസ്റ്റങ്ങൾ, ഇൻഡിജിനിയസ് ആയിട്ടുള്ള സ്വാതി പോലെയുള്ള വെപ്പൺ ലൊക്കേറ്ററുകൾ, അല്ലെങ്കിൽ ഡ്രോൺ ബേസ്ഡ് ആയിട്ടുള്ള ടാർഗറ്റ് അക്വിസിഷൻ സിസ്റ്റങ്ങൾ. ഈ ഡ്രോൺ ബേസ്ഡ് ടാർഗറ്റ് അക്വിസിഷൻ സിസ്റ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിലറിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ്. അതായത് ഇതിനു മുമ്പ് പ്രത്യേകിച്ചും കാർഗിൽ വാർ പോലുള്ള കാര്യങ്ങൾ നടന്ന സമയത്തൊക്കെ ടാർഗറ്റ് അക്വിസിഷന് വേണ്ടി ആർട്ടിലറിയെ ആശ്രയിച്ചിരുന്നത് പലപ്പോഴും ഹെലികോപ്റ്ററുകളെയാണ്. ആ ഹെലികോപ്റ്ററുകൾക്കും റഡാറുകൾക്കും ഒന്നും അത്ര കൃത്യമായ രീതിയിൽ ടാർഗറ്റ് അക്വിസിഷൻ പലപ്പോഴും നടത്താൻ സാധിക്കത്തില്ലായിരുന്നു. അപ്പം മാനുവലി പലപ്പോഴും പട്ടാളക്കാർ നേരിട്ട് എന്ന് ഈ ടാർഗറ്റുകൾ, ഈ ശത്രുക്കൾ നുഴഞ്ഞു കയറിയിരിക്കുന്ന സ്ഥലങ്ങൾ കണ്ടുപിടിക്കേണ്ട അവസ്ഥകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഡ്രോണുകൾ ഇത്തരം ടാർഗറ്റ് അക്വിസിഷൻ സിസ്റ്റങ്ങളുടെ ഭാഗമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയതോട് ഈ സ്ഥിതിക്ക് വളരെയധികം മാറ്റങ്ങൾ വന്നു. വളരെ എഫക്റ്റീവായിട്ട് ടാർഗറ്റ് അക്വിസിഷൻ നടത്താൻ, അല്ലെ ശത്രുക്കൾ എവിടെയാണ് നിലയുറപ്പിച്ചിരുന്ന് കണ്ടെത്താൻ ഇന്ന് പിൻ പോയിന്റ് ആക്യുറസിയോടെ ഡ്രോണുകൾക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഡ്രോണുകളുടെ വരവോടുകൂടി ഡ്രോണുകൾ ഒരു വാർഫെയർ സിസ്റ്റമായിട്ട്, ഒരു യുദ്ധോപകരണമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി ആർട്ടിലറിയുടെ ആക്യുറസി വളരെയധികം വർദ്ധിച്ചു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്തരത്തിലുള്ള ടാർഗറ്റ് അക്വിസിഷൻ സിസ്റ്റങ്ങളും സർവൈലൻസ് സിസ്റ്റങ്ങളിലൂടെ കൂടിച്ചേരുമ്പോഴാണ് ആർട്ടിലറിയുടെ ആയുധ ശേഖരം പൂർണ്ണമാകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ വൃത്തിയാണ് ഇന്ന് ഇന്ത്യൻ ആർട്ടിലറിയുടെ ഭാഗമായിട്ട് ആക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന യുദ്ധോപകരണങ്ങൾ. ഇതുകൂടാതെ നിങ്ങൾ ഈ അടുത്ത കാലത്ത് വാർത്തയിലൊക്കെ ശ്രദ്ധിച്ചിരിക്കും, എറ്റാക്സ് എന്ന് പറയുന്ന ഒരു പുതിയ അഡ്വാൻസ് ആർട്ടിലറി സിസ്റ്റം നമ്മൾ പ്രൊക്യൂർ ചെയ്യാനുള്ള പ്രൊസീജിയറുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കരാറുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇൻഡിജിനസ് ആയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത അഡ്വാൻസ് മോഡേൺ ആർട്ടിലറി സിസ്റ്റമാണ്. അതായത് ഈ എറ്റാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് ടോഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ്. അപ്പോൾ ഇത് ഡിസൈൻ ചെയ്തതും ഡെവലപ്പ് ചെയ്തതും DRDO തന്നെയാണ്. DRDOയുടെ ആർമമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന ARDE ആണ് ഇത് ഡിസൈൻ ചെയ്തതും ഡെവലപ്പ് ചെയ്തതും. പക്ഷേ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നിർമ്മിക്കുന്നത് 2 പ്രൈവറ്റ് പ്ലെയേഴ്സാണ്. അതായത് ഒന്ന് പൂനെ ബേസ്ഡ് ആയിട്ടുള്ള കല്യാണി സ്ട്രാറ്റജിക് സിസ്റ്റം, ഇത് നമ്മുടെ ബാബ കല്യാണിയുടെ ഭാരത് ഫോർജിന്റെ വെപ്പൺ ഡിവിഷനാണ്. ഇവരെ കൂടാതെ ടാറ്റ അഡ്വാൻസ് സിസ്റ്റവും ഇതിന്റെ പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും സംയുക്തമായിട്ടല്ല ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും ഇൻഡിവിജ്വൽ ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് DRDOയുടെ ടെക്നോളജിയും അവരുടെ ഡിസൈൻ പാരാമീറ്റേഴ്സും ടെക്നിക്കൽ നോഹോയും ഒക്കെ ഉപയോഗിച്ചാണ്. ഇത് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഗൺ സിസ്റ്റങ്ങൾ വെച്ച് ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ആർട്ടിലറി ഗൺ സിസ്റ്റം ആയിരിക്കും. 48 കിലോമീറ്റർ ഫയറിംഗ് റേഞ്ച് ഉള്ള ഈ ഹോവർസർ സിസ്റ്റത്തിൽ ഓട്ടോമാറ്റിക് ഫീഡിംഗ് മെക്കാനിസവും കമ്പ്യൂട്ടറൈസ്ഡ് ടാർഗറ്റ് അക്വിസിഷൻ സിസ്റ്റവും ഒക്കെ ഉള്ള വളരെ അഡ്വാൻസ് ആയിട്ടുള്ള സിസ്റ്റം തന്നെയായിരിക്കും. ഈ സിസ്റ്റത്തിന്റെ 309 യൂണിറ്റുകളാണ് ഇന്ന് ഇന്ത്യൻ ആർമി ഓർഡർ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ ഗൺ സിസ്റ്റങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊന്നും പറയാതിരുന്നത് ഇത് ഇന്ത്യൻ ആർട്ടിലറിയിലേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഉദ്ദേശിച്ചത്. ഇതിലെ ഓരോ തോക്കുകളെ കുറിച്ച് നമ്മൾ പറയണമെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ പല സെപ്പറേറ്റ് വീഡിയോകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ സമയം പോലെ ഓരോ ഗണ്ണുകളും പ്രാധാന്യം അനുസരിച്ച് നമ്മൾ വ്യത്യസ്തമായ വീഡിയോകളിൽ നമ്മൾ ഉൾപ്പെടുത്തി ഭാവിയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു, ആർട്ടിലറി എന്ന് പറഞ്ഞാൽ ഒരു കരസേനയെ സംബന്ധിച്ചുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സേനാ വിഭാഗം തന്നെയാണ്. അതായത് ഞാൻ പറഞ്ഞു, സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം, അല്ല ലോകമഹായുദ്ധങ്ങൾക്ക് ശേഷമുള്ള യുദ്ധചരിത്രങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും അധികം സൈനികരുടെ ജീവൻ എടുത്തിട്ടുള്ളത് ആർട്ടിലറി എന്ന് പറയുന്ന സേനാ വിഭാഗം തന്നെയാണ്. കാരണം ഒരു യുദ്ധം ആരംഭിക്കുന്നത്, ഏതൊരു യുദ്ധത്തിൻ്റെ അറ്റാക്ക് ആരംഭിക്കുന്നത് ആർട്ടിലറി ഉപയോഗിച്ച് തന്നെയായിരിക്കും. ആർട്ടിലറി ഉപയോഗിച്ച് കിലോമീറ്ററുകൾ ദൂരേക്ക് അറ്റാക്ക് നടത്തി ആ മേഖല മുഴുവൻ വരുതിയിലാക്കിയ ശേഷമാണ് ഇൻഫൻട്രിയുടെ ഭാഗമായിട്ടുള്ള ആർമേഡ് വെഹിക്കിളുകളും പട്ടാളക്കാരും ആക്രമിച്ച് കയറുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു, ആർട്ടിലറി എന്നാൽ ഗോഡ് ഓഫ് വാറാണ്, യുദ്ധദേവത തന്നെയാണ്. തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഫെർമി ടീഷർട്ട് ഗിവ് അവേ നടന്നിരിക്കുന്ന കാര്യം നിങ്ങളെ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ആഴ്ചത്തെ ടീഷർട്ട് വിജയ് എന്ന് പറഞ്ഞാൽ അത് സുമേഷാണ്, സുമേഷ് സുരേന്ദ്രൻ. സുമേഷിന് സയൻറ്റിഫിക് മലയാളിയുടെ ആശംസകൾ. സുമേഷ് എത്രയും വേഗം അദ്ദേഹത്തിൻ്റെ ടീഷർട്ട് സൈസും അതുപോലെ ഷിപ്പിംഗ് അഡ്രസ്സും scientific malayali@gmail.com എന്ന ഇമെയിൽ ഐഡിയിലേക്ക് ഇമെയിലായി അയച്ചു തരിക. അദ്ദേഹത്തിൻ്റെ ഗിഫ്റ്റ് എത്രയും വേഗം അദ്ദേഹത്തിൻ്റെ പക്കലെത്തുന്നതായിരിക്കും. അപ്പോൾ ഈ ഫെർമി ടീഷർട്ട് ഗിവ് അവേ എന്താണെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയായിരിക്കും. അതായത് എല്ലാ ആഴ്ചയും നമ്മുടെ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഒരു ടീഷർട്ട് സമ്മാനമായി നൽകുന്ന ഒരു ഗിവ് അവേ പ്രോഗ്രാമാണിത്, ഒരു മെഗാ ഗിവ് അവേ പ്രോഗ്രാമാണിത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം ചെയ്താൽ മതി. അതായത് ഫെർമിയുടെ ഇൻസ്റ്റാഗ്രാം പേജ്, അതായത് ഫെർമി വെയർ എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി, നിങ്ങൾ ഈ ഗിവ് അവേയുടെ ഭാഗമാകും. ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അതോടെ നിങ്ങൾ ഈ ഗിവ് അവേയുടെ ഭാഗമാകും. താല്പര്യമുള്ള എല്ലാവരും ഈ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ, ഇതിലും ഇൻഫോർമേറ്റീവായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.